തേങ്ങ ഇടാനായിട്ട് രാവിലെ തന്നെ വിൽസൺ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ നല്ല കാറ്റായിരുന്നു കേട്ടോ. തെങ്ങയിലൊന്നും കയറാൻ പറ്റാത്തൊരു സ്ഥിതിയാണേ. അതുകൊണ്ട് തന്നെ വിൽസൺ ചേട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങോട്ട് പോയേ. ഞാൻ പതിവ് പോലെ തന്നെ കടയൊക്കെ തുറന്ന് അവിടെ ഇരുന്നു. അൽറിൻകുട്ടൻ 2 പൂക്കളുമായിട്ട് അമ്മ ഇത് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് കടയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ തന്നെ ഉണ്ടല്ലോ നോട്ടൊക്കെ എഴുതി കോപ്പിയൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ആ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇനി കടയൊക്കെ അടച്ച് വീട്ടിൽ പോയിട്ട് അവനെ യൂണിഫോമൊക്കെ ഇടിയിക്കണം, സ്കൂളിൽ പറഞ്ഞു വിടണം. അവനെ കൊണ്ടുവിട്ടിട്ടൊക്കെ വന്നിട്ടാണ് ഇനി കട തുറക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു നിമിഷം കട അടച്ചിടുമ്പം എല്ലാവരും ചോദിക്കും കേട്ടോ, ഇതെന്താ കട തുറന്നിട്ടില്ലേ, ഇന്ന് കടയിൽ പോയിട്ടില്ലേ, ഇന്നെന്താ തുറക്കാത്തത്, 100 ചോദ്യങ്ങളും ഓരോ കാരണങ്ങളും കേട്ടോ. എനിക്ക് സ്കൂളിലൊക്കെ അവനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടൊക്കെ ഞാൻ തുറക്കാറുള്ളൂ. വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ അച്ചാച്ചൻ മുടി വെട്ടാൻ പോയപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം. അച്ചാച്ചനും അൽറിൻകുട്ടനും ചിക്കന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കണം. ഞാൻ ഈ കഴിക്കുന്നത് അച്ചമ്മ രാവിലെ ഉണ്ടാക്കിയ മുത്താറിയുടെ അടയാണ് കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ട് ചീരയൊക്കെ പറിക്കാൻ വേണ്ടി പറമ്പിലോട്ട് പോയേ. ഇന്നുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് പച്ചച്ചീരയാണ്. അപ്പോൾ ഈ ചീര ഉണ്ടല്ലോ വർഷത്തിൽ ഇതേ സമയമാകുമ്പോൾ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ മുളച്ച് വരും കേട്ടോ. വലിയ ഇലയൊക്കെ ആയിരിക്കും കേട്ടോ. ഈ ചീര ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീരയ്ക്കൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചപ്പോൾ തേങ്ങയില്ലായിരുന്നു കേട്ടോ. തേങ്ങയൊക്കെ പൊതിച്ച് കൊണ്ടുവന്നു. ചിക്കൻ ഒരടുപ്പിൽ നിന്ന് വേവുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ പൊതിച്ച് നോക്കുമ്പം കേടാണേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ടങ്ങ് റെഡിയാക്കി കേട്ടോ. അപ്പം ചൂട് മട്ട ചോറുണ്ടായിരുന്നു, അത് കൂട്ടി ഇളക്കി അങ്ങോട്ട് കഴിച്ചു. ഇവിടെ വീട്ടിൽ ഈ ചുമന്ന ചീരയേക്കാളും എല്ലാവർക്കും ഇഷ്ടം ഈ പച്ച ചീരയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തോരൻ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് തോരൻ വെക്കുവേ. അങ്ങനെ ഞാൻ കറിയൊന്നും കഴിക്കാത്തതുകൊണ്ട് തോരനും ചോറും കൂട്ടി അങ്ങോട്ട് കഴിച്ചു. ഓക്കെ, ബായ്.